എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. ഐ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മളെല്ലാവരും ഒരു വലിയ സെലിബ്രേഷൻ മൂഡിലാണ്. ഓണം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു ഉത്സവം തന്നെയാണ് അല്ലേ. ഇന്ന് നമുക്ക് ഓണസദ്യയെ പറ്റി ഒന്ന് സംസാരിക്കാം. നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ സദ്യ. ഇലയിട്ട് പലതരം കറികൾ വിളമ്പി അതിനകത്ത് ഊണ് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അല്ലേ. എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ സദ്യയ്ക്ക് വാഴയില എടുക്കുന്നത്? അതിൻ്റെ പുറയിൽ എന്തെങ്കിലും സയൻറ്റിഫിക്കായിട്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കിയാലോ. വാഴയിലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് പോളിഫിനോൾസ് ഉണ്ട്, മെയിൻലി കാറ്റക്കിൻസ്, സെയിം ആൻറ്റി ഓക്സിഡൻറ്റ് ഗ്രീൻ ടീയിലുള്ളത്. അപ്പം നമ്മൾ ഈ ചൂട് ചോറ് ഇലയിൽ വിളമ്പുമ്പോൾ ഈ പോളിഫിനോൾസ് ഇലയിൽ നിന്ന് ചൂട് ചോറിലേക്ക് ചേർന്ന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂട്ടുന്നു. കൂടാണ്ട് നമ്മുടെ ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയും നല്ലൊരു വാസനയൊക്കെ ആ ചൂട് ചോറ് ഇലയിൽ വീഴുമ്പോൾ ഉണ്ടാവണം. കൂടാതെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമിനെ കൂടുതലായിട്ട് സെലൈവറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ വളരെയധികം കുറയ്ക്കുന്നു. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നല്ലതാണ്, ഗട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ്. ദഹനം വളരെ ഈസി ആക്കണു. പിന്നെ വാഴയില ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്, പ്രകൃതിയോട് തന്നെ ചേരുന്നു. അപ്പോൾ സദ്യ എന്ന് പറയുന്ന 6 രസങ്ങൾ അടങ്ങിയത്: മധുരം, എരിവ്, പുളി, കയ്പ്പ്, ചവർപ്പ്, ഉപ്പ്. ഇതെല്ലാം അടങ്ങിയ ഒരു ഹോൾസം ഫുഡ് കോംബോ ആണ് നമ്മുടെ സദ്യ. വാഴയിലേക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടിട്ട് കുറേ അധികം നേരത്തേക്ക് ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ ഇലയിൽ ചോറ് പൊതിഞ്ഞു കഴിഞ്ഞാൽ. ഇനി സദ്യയുടെ കാര്യം പറഞ്ഞാൽ 1500 മുതൽ 2000 കിലോ കലോറിയാണ് ഒരു സദ്യ. ഒരു നോർമൽ പേഴ്സണിന് 1500 തൊട്ട് 2000 കിലോ കലോറിയാണ് ഒരു ദിവസം വേണ്ടുള്ളൂ. ഇവിടെ ഒരു സദ്യ തന്നെ 1500-2000 കിലോ കലോറിയാണുള്ളത്. പക്ഷേ സദ്യയിൽ ധാരാളം വെജിറ്റബിൾസ്, പയറ്, പരിപ്പ്, അതിൽ നിന്നൊക്കെ കുറേയധികം ഫൈബർ, കാർബ്, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം അടങ്ങിയ ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡാണ്. ഇങ്ങനെയാണ് നമ്മുടെ സദ്യ നോക്കാം. അത് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കണമെന്നല്ല, അതിനൊരു ലോജിക്കൽ ഓർഡറും കൂടെ ഉണ്ട് കഴിക്കണമെങ്കിൽ. നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനും ന്യൂട്രിയൻസ് അബ്സോർപ്ഷന് വേണ്ടിയിട്ടും ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ളൊരു ഓർഡറുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് പരിപ്പ്, ചോറും നെയ്യും ആണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. വളരെ ലൈറ്റ് ആൻഡ് ഈസി ടു ഡൈജസ്റ്റ് ഒരു പ്രോട്ടീൻ കോമ്പിനേഷനാണ്. ഗീ, അതായത് നെയ്യ്, ഇറ്റ് ആക്ട് ആസ് എ ഡൈജസ്റ്റീവ് എയ്ഡ്. ഇത് മൂന്നും കൂടെ ഒരു കോമ്പിനേഷൻ സ്റ്റമക്കിനെ പ്രിപ്പയർ ചെയ്യാണ് ഭക്ഷണം കഴിക്കാൻ. കൂടാണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് എനർജി തരണം. പിന്നെ അടുത്ത് നമ്മൾ എടുക്കുന്നതാണ് സാമ്പാർ. സാമ്പാറിനകത്ത് പരിപ്പ്, പുളി, അതേപോലെ കുറേയധികം പച്ചക്കറികളുണ്ട് അല്ലേ. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഈ പുളി രസം ഡൈജസ്റ്റീവ് ജ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ ദോശാസൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പിന്നെ അവിയൽ, ഓലൻ, കൂട്ടുകറി, തോരൻ, നിറച്ച് വെജിറ്റബിൾസ്, തേങ്ങാപ്പാൽ, മൈൽഡായിട്ടുള്ള സ്പൈസസ്. ഇത് നിറച്ച് ഫൈബർ, വൈറ്റമിൻസ്, മിനറൽ, ഹെൽത്തി ഫാറ്റ്സ്. ഹെൽത്തി ഫാറ്റ് തേങ്ങയിൽ നിന്നും തേങ്ങാപ്പാലിൽ നിന്നും നല്ല ഹെൽത്തി ഫാറ്റ് ഉണ്ടാകുന്നു. അടുത്ത സ്റ്റെപ്പാണ് രസം. നല്ല സ്പൈസി ആയിട്ടുള്ള രസം. പുളി, കുരുമുളക്, ജീരകമൊക്കെ ഇട്ടിട്ട് നാച്ചുറലായിട്ടൊരു ഡൈജസ്റ്റീവ് ടോണിക്കാണ്. നമ്മുടെ അപ്പറ്റൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലോട്ടിംഗ് പ്രിവെൻറ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. പിന്നെ അടുത്ത നമ്മുടെ പുളിശ്ശേരി, കാളൻ. അതൊരു പ്രോബയോട്ടിക് എഫക്റ്റാണ് തരുന്നത്, ഒരു കൂളിംഗ് ഏജൻറ്റും കൂടെയാണ്. അത് നമ്മുടെ സ്റ്റമക്കിനെ ഒന്ന് കാം ചെയ്യുന്നുണ്ട്. സ്പൈസി മീൽ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റമക്കിനെ ഒന്ന് കാം ചെയ്യുകയാണ് ആൻഡ് ബാലൻസ് ദ ഗട്ട് ബാക്ടീരിയ. പിക്കിള്, പപ്പടം, ചിപ്സ് അല്ലെ, ശർക്കര വരട്ടി, കായ വറുത്തത്, അതൊക്കെ ഒരു ക്രഞ്ചി ടേസ്റ്റിന് നല്ലതാണ്. ചെറിയ ഡോസ് ഓഫ് പ്രോബയോട്ടിക്കും കൂടിയാണ് പിക്കിള്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻക്രീസ് സലൈവ ആൻഡ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ഒരു മോഡറേഷനിലേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ വരുന്ന പായസം. ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ സെർവ് ചെയ്യണം. അത് ശർക്കര പായസം, പാലൊഴിച്ചത്. അതൊരു സ്വീറ്റ് ടേസ്റ്റിന് നമ്മുടെ ഒരു ക്രേവിങ്സ് ഇല്ലാണ്ടിരിക്കാൻ, കംപ്ലീറ്റ് ഫീലിംഗ് തരാനായിട്ടും ഈ പായസം, ആ ലാസ്റ്റ് കഴിക്കുന്ന ഡെസേർട്ടായിട്ട് കഴിക്കുന്ന പായസം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മോര് കുടിക്കാറുണ്ട് അല്ലേ. സംഭാരമായിട്ട് മോര് നമ്മൾ കുടിക്കാറുണ്ട്. അതൊരു കൂളൻറ്റും പ്രോബയോട്ടിക്കുമാണ്. ഇറ്റ് ഹെൽപ്സ് ടു വാഷ് ഡൗൺ ദ ഹെവി ഫുഡ്, അതേപോലെ പ്രിവെൻറ്റ് അസിഡിറ്റി. ഓവറോൾ ബെനിഫിറ്റ് അങ്ങനെ ഒരു സദ്യ ഉണ്ണുമ്പോൾ വി ജസ്റ്റ് സ്റ്റാർട്ട് ലൈറ്റായിട്ട്, പിന്നെ ഗോസ് ടു എ ഹെവി, പിന്നെ ഒരു കൂളിംഗ് എഫക്റ്റ്, പിന്നെ ഒരു ക്ലെൻസിങ് ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് സൂത്തിങ് ഡ്രിങ്ക്. ഈ ഒരു ഓർഡർ ഇറ്റ് പ്രിവെൻറ്റ്സ് ഇൻഡൈജഷൻ, ബ്ലോട്ടിംഗ്, ഹെവിനെസ്. വളരെ പോഷക സമൃദ്ധമാണ് നമ്മുടെ സദ്യ. പക്ഷെ എന്തോ അമിതമായ വിഷമാണ് അല്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ കറികൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക.
ചോറും പപ്പടവും പായസമൊക്കെ മിതമായിട്ട് നമുക്ക് കഴിക്കാം. സദ്യ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്നത്തെ ദിവസത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഡിന്നറും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള കലോറി മുഴുവനും നമ്മളെ സദ്യയിലുണ്ട്. അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കൂടെ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഫുഡാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സദ്യ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ഓണം സദ്യ is not a feast, it's a science of balance. From protein-packed curries to probiotic-rich curd dish, every bite nourishes the body. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നല്ലൊരു സദ്യ ഉണ്ണാൻ സാധിക്കട്ടെ. സദ്യ ഉണ്ണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. താങ്ക് യു. ബൈ ബൈ.